ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ബീഫ് കുറുമന്റെ റെസിപ്പി ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഇന്ന് തന്നെ ഇടാൻ ഒരു കാരണമുണ്ട്. ഞാൻ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണ വീട്ടിലൊക്കെ നെയ്ച്ചോറിന്റെ കൂടെ തലേന്ന് രാത്രിയും അന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ബീഫ് കുറുമ ഉണ്ട്, അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരും. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കല്യാണ വീട്ടിലെ നെയ്ച്ചോറ് ഇടുകയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കാം കല്യാണ വീട്ടിലെ ബീഫ് കുറുമ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റ്. അത് നെയ്ച്ചോറിന് മാത്രമല്ല കേട്ടോ, എന്തിനും നമുക്ക് വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിലും എന്നും ഉണ്ടാക്കുന്ന ബീഫ് കറിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അറിയാലോ, പത്തിരിക്കായാലും നൂൽപുട്ടിനായാലും ചപ്പാത്തിക്കായാലും എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നതാണ് കുറുമ സ്റ്റൂ. അപ്പം എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മുടെ ബീഫ് കുറുമക്ക് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം ബീഫാട്ടോ എടുത്തത്. നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബീഫ് ആദ്യം തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് മാരിനേറ്റ് ചെയ്ത് അങ്ങ് ഇവിടെ വെച്ചേക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയെ, അതേപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത് വറക്കാത്ത പച്ചമല്ലിപ്പൊടിയാണേ, ഇതെടുക്കണം. ഇതാണ് കുറുമക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാ മല്ലിപ്പൊടിയാണ്, ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. പച്ചമല്ലി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതൊന്നിങ്ങനെ പുരട്ടി വെക്കട്ടെ. ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ 500 ഗ്രാം കൊണ്ടല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുക്കറിൽ ചെയ്യാം. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ പരിപാടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ ബീഫ് പുരട്ടി വെച്ചതിന് ശേഷം കുക്കറിൽ കുറച്ച് സമയം വെച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിലടിച്ചങ്ങ് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ പാത്രത്തിൽ ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോൾ ഇത് ഒരുമിച്ചാണ് വെക്കുന്നത്. കുക്കറിൽ തന്നെ അങ്ങ് ചെയ്യാൻ വിചാരിച്ചു. കുറച്ചല്ലേ ഉള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റാം. ഇത് ലാസ്റ്റ് ഒന്നുകൂടി വറവിടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനൊരു ചെറിയ 2 കഷ്ണം പട്ട, 1 പൂവ്, 1 ഏലക്കായി, ഇത് 3 ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ ഒരു വലിയ സവാള നന്നായി ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചുകൊണ്ട് ഇച്ചിരി കറിവേപ്പില്ലേ ഇതും കൂടി ഇട്ട്, ഇത് കാരണം അത് പറയാൻ സമയം ഉണ്ടാവില്ല, നമ്മൾ പൂവും പട്ടയിട്ട് കരിഞ്ഞു പോകുമല്ലോ, അതാണ്. ഉള്ളിയൂടി അങ്ങിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ. ഉള്ളി കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അപ്പോൾ പട്ടയിലക്കായി ഇട്ട് കൊടുക്കണ്ടേ. ഒരു സവാളാണേ, വലിയൊരു സവാള, കൂടെ കരിവേപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാൻ പറഞ്ഞ കളർ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കറി കുറുമല്ലേ, അപ്പം അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കട്ടെ. ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതേപോലെ നമ്മൾ കുറുമയിൽ മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകിൻ്റെ എരിവാണ്. ഇത്തിരി കുരുമുളകല്ലേ ചേർക്കുന്നുള്ളൂ. ഇതൊരു 10 നല്ല വലിയത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നന്നായിട്ട് ചതക്കി വെച്ചാണ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബീഫില്ലേ, ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നന്നായിട്ട് നമ്മൾ മസാലൻ്റെ കൂടെ ബീഫും ഈ ഇതൊക്കെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് ഇത്ര ഇടുന്നുള്ളൂ. നമ്മൾ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി, പെപ്പർ പൊടി 1 ടീസ്പൂൺ മതി. അധികമായ നമ്മൾ കുറുമ ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൻ്റെ കൂടെ ഒക്കെ ബീഫ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്. അപ്പോൾ ചെറുനാരങ്ങ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഞാൻ ഒരു 3/4 തേങ്ങാണേ, വലിയ തേങ്ങ ഒരു 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങക്കാണെ ഒന്ന് ഫുൾ എടുത്തോളൂ കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം. 1 തേങ്ങ വരെ എടുക്കുക. അതിനനുസരിച്ച് മുളകൊക്കെ ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇത് ഒരു 2 കപ്പ് ഉണ്ട്. ഇത് 2ാം പാലാണേ. ആദ്യത്തെ ഒരു 3/4 കപ്പോളം ഞാൻ തമ്പാല്, അതായത് ഫസ്റ്റ് പാല് ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായി പിഴിഞ്ഞിട്ട് ഫസ്റ്റ് പാല് മാറ്റി, പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് എടുത്ത പാലാട്ടോ ഇത്. ഇതാണ് 2ാം പാല്. ഇതൊരു 2 കപ്പോളുണ്ട്, അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലില് നമ്മളെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കും. അതായത് ഒരു 3 വിസിലടിച്ചെടുക്കട്ടെ. 3 വിസിലൊക്കെ വന്ന് നമ്മൾ പ്രഷറൊക്കെ പോയി തുറക്കാം. അപ്പൊ ഒരു 3/4 വേവോളായിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളെ ബീഫ്. നന്നായിട്ട് അങ്ങ് വെന്തൊയില്ല. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ കുക്കറിലല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ബീഫ് ആദ്യം
ഒന്ന് വേറെ അടിച്ചു വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു അര ചെറിയൊരു പൊട്ടാറ്റോൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് ആദ്യമേ ചേർക്കരുത് കേട്ടോ. ഇത് ആദ്യമേ ചേർത്താൽ അങ്ങ് അലിഞ്ഞു പോകും. അപ്പം ഭയങ്കര ഒരു കട്ടി പോലെ ആയി പോവേ. അപ്പോൾ ഇതാ ഒരു പകുതി വേവ് ആവുന്നതിന് ശേഷം, ഇനിയിപ്പം കുക്കറിലല്ലെങ്കിലും ആദ്യമേ ചേർക്കരുത്. ബീഫും മട്ടൻ എന്തായാലും ഒന്ന് വെന്ത് ഒരു പകുതി വേവൊക്കെ ആയിട്ട് മാത്രമേ ഇത് ചേർക്കാവൂ കേട്ടോ. അപ്പം ഇനി അതും ബീഫ് കൂടി ഒന്നുകൂടി വെന്ത് വരട്ടെ. ഇപ്പം കണ്ടോ നല്ല വെള്ളമൊക്കെ ആയിട്ട് ഈ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ തേങ്ങാപ്പാലല്ലേ ഇപ്പം വെന്തത്, അതിൻ്റെതായ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഇതുവരെ ഉപ്പിട്ടില്ല. ഞാൻ ആദ്യം കുറച്ചൊരു വയറ്റും പെട്ട ഉപ്പേ ഇട്ടില്ലേ, ഉള്ളി വയറ്റും വെള്ള ഉപ്പേ ഇട്ടിട്ടുള്ളത്. ഉരുളക്കയും കൂടി ഒന്ന് വെന്തോട്ട് എന്നിട്ടിട്ട് ഉപ്പ് കേട്ടോ, അല്ലെ ചിലപ്പോൾ അങ്ങ് കല്ലിച്ചു പോയാലോ. ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 കിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വേറെ ഒന്ന് വേവിക്കാം. എന്നിട്ട് അല്ലെ മുഴുവനായിട്ട് നിങ്ങൾ ആ ബീഫിൻ്റെ കൂടെ ഒന്ന് വേവിച്ചാലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിടുക. അപ്പോൾ കൂടുതലൊക്കെ കഴിക്കുമ്പോൾ കറക്കി ഒരു കട്ടിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചുകൂടാം, ഒരു ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടുകൂടാം. അങ്ങനെ 2 എണ്ണം ഒക്കെ എടുത്തോ. 2 കിലോ അങ്ങനെ കൂടുതൽ വെക്കുമ്പോൾ അങ്ങനെയും ചെയ്തു. ഇപ്പോൾ ഒത്തിരിയല്ലേ ഉള്ളൂ. അപ്പം ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയേ ഉള്ളൂ, അതിങ്ങനെ അങ്ങ് ഇട്ടതാണ്. നമ്മളെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം എല്ലാം വെന്ത്. അപ്പം ഞാനിത് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഇതുവരെ ഇട്ടില്ല, ഇപ്പം നോക്കിയിട്ട് ഉപ്പിടുക. ഇട്ടിട്ടൊന്നുകൂടി ഒന്ന് തിളക്കിയിട്ട് കേട്ടോ. ഇനിതാ ഞാനിവിടെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ്, അതായത് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ ഒരു 10 12 വലുതാണെ 10 മതി കേട്ടോ. അണ്ടിപ്പരിപ്പ് എടുത്ത് ഒരു 15 അരമണിക്കൂർ കുതിർത്തിയിട്ട് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് തിളപ്പിച്ച് അത് അതേപടി അരച്ചെടുത്തതാണ്. തിളപ്പിക്കണേ, അല്ലെങ്കിൽ എന്തോ ഒരു കൊഴുപ്പ് പോലെ ആയിപ്പോവും. എന്തായാലും തിളപ്പിച്ചിട്ടേ അരയ്ക്കാവൂ കേട്ടോ. ഇതാ ഞാൻ അണ്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ഇത് കറിൻ്റെ കൂടെ ഒന്ന് യോജിക്കാൻ ഒരു തിളക്കട്ടെ കേട്ടോ. അതിൻ്റെ ആ ചോയയും കറിനോടൊന്ന് യോജിച്ചു തരാം. അല്ലെ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു ചോയ ഒന്ന് വേറിട്ട് നിൽക്കും. അതില്ലാതെക്കാൻ ഒന്നൊന്ന് വേവിച്ചെടുക്കട്ടെ. നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെയും പച്ചച്ചയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടോ തിളയ്ക്കുന്നു. ഇനി ഇതാ ഞാൻ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് സ്റ്റേജാണേ. ഇതാ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിൻ്റെ പകുതി, കുരു ഒന്നും ഇല്ല കേട്ടോ. ഒരു പകുതി ചെറിയ തക്കാളി ഇതാ അങ്ങനെ സ്ക്വയറായി ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് എടുക്കുന്നുണ്ട്. ഇത് അധികം വെന്ത് വരുത് കേട്ടോ. ഇട്ട് എടുക്കുന്നു, ഒന്നൊന്ന് കളക്കാനേ പാടുള്ളൂ. അതാ ലാസ്റ്റ് ഇടുന്നത്. ഇതിൽ അലിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ തന്നെ ആ തക്കാളിൻ്റെ പീസസ് കാണണേ. ചെറിയൊരു പീസ് തക്കാളിയേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫസ്റ്റ് പാല് ഒരു ഏകദേശം 1/2 കപ്പേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 3/4 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിനല്ലോ ഫസ്റ്റ് പാൽ. അതാ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തീ കുറച്ചിട്ടിട്ട് ഒഴിക്കുക. ഒഴിച്ചെടുത്താൽ തിളച്ച് പോവരുത്. അപ്പോൾ തീ ഓഫ് ആക്കണം കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു. അപ്പോൾ അതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ മുമ്പ് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, എല്ലാം വേണം നോക്കാം. എരിവില്ലേ, പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതാണ് അപ്പം തീരെ കളറ് മാറൂല. കുറുമൻ്റെ ഞാനിപ്പോൾ സാധാ കുരുമുളക് ഇട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്നൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറവിട്ടാൽ മതി. അപ്പോൾ ഇതാ തള വന്നു, ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ചെറിയ തളൊക്കെ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്കിതൊന്ന് വറവിടണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ഇതാ കുറച്ച് ഒരു 4 ചുള ചെറിയുള്ളിയും അതേപോലെ ഒന്ന് ഇത്തിരി ഒന്ന് നമുക്ക് ഇതിൻ്റെ മേലിടാൻ പൊരിച്ച് കോരാൻ. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഒരു ചെറിയൊരു 1/4 കഷ്ണം വലിയുള്ളി ഇതാ നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇത്രയൊക്കെ മതിയാവും, ഇത്രയും മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ഞാൻ ആദ്യം ഇതിലിട്ട് കൊടുക്കട്ടെ. ഇതൊരു പകുതിയാകുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒന്നായി വന്നോട്ടെ കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ ഇതാ ഒന്നായി വരുന്നുണ്ട്, കളർ മാറി തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഒരു 4 ചുള ചെറിയുള്ളിയുണ്ട്, അത് ചേർത്തി കൊടുക്കട്ടെ. അത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് മുരിയിച്ചെടുക്കാം. ഇതാ നമ്മുടെ വെല്ലുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് എന്താ കുറച്ച് കരിവേപ്പിലയും ഇതേപോലെ തന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ. ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇതാ ഒരു നുള്ള് ഗരം മസാല
എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഓഫ് ചെയ്യണേ, ഇത് കരിഞ്ഞു പോയരുത്. പൊടി ചേർത്താൽ തീരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. ഈ വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ ഉള്ളി മേലെന്ന് ആ ഇത് മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബീഫ് സ്റ്റൂ, ഒരു ബീഫ് കുറുമ ഇവിടെ റെഡിയാണ്. നെയ്ച്ചോറിനൊക്കെ ഉണ്ടല്ലോ ഇത് കിട്ടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ നമ്മളെ കല്യാണ വീട്ടിലെ നെയ്ച്ചോറ്, അതിൻ്റെ കൂടെ ഈ കുറുമയോട് കിട്ടിയ പിന്നെ ഗംഭീരായി, ഒന്നും പറയാനില്ല. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. താങ്ക് യു.